നാം ഓരോരുത്തരും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ നിത്യജീവിതത്തിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നാളെ എന്ത് സംഭവിക്കും, നാളെ നമുക്കുള്ള ഭക്ഷണം, നമ്മളെ മക്കൾക്കുള്ള ഫുഡ് എന്നതുപോലെ തന്നെ നമ്മളെ കൂട്ടുകുടുംബ ജീവിതം, മാന്യത നഷ്ടപ്പെടുമോ, ഈ ഒരു ചിന്തയിൽ നമ്മളെ ജീവിതം മുഴുവനും കഴിഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും, മരണം സംഭവിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ദീനോട് പ്രചരിപ്പിക്കാൻ കാരണമായ കഅബ എന്നപോലെ മക്ക, മദീന ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇത് കാണണം എന്ന ഒരു മോഹമുള്ളവർക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കും. അതുപോലും ഇല്ലാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹിൻ്റെ റസൂല് ജീവിച്ച മണ്ണ്, ആ മണ്ണിലേക്ക് കാല് കുത്താൻ, നബി ഇവിടെ ചെയ്ത ത്യാഗങ്ങളായ വറക്കാൻ, അതിനൊക്കെ എന്ത് വേണം? നമ്മളവിടെ ഒന്ന് കാണണം. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടാൽ നമ്മൾ നിസ്കരിക്കുമ്പം നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അറിവ് അവിടെ എത്തി. കഅബ കണ്ടവർക്ക് കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. എങ്ങനെയെന്ന് വെച്ചാൽ അവിടുത്തെ ആസ്വാദനങ്ങൾ അവൻ്റെ ജ്ഞാനങ്ങളിലൂടെ അവന് മനസ്സിലായാൽ ഓരോ നിസ്കാരത്തിലും അവൻ തിരിഞ്ഞു നിൽക്കുന്ന കഅബയിലേക്ക് തിരിയുമ്പം അത് നമ്മളെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് വരികയാണ്. നമ്മളെ ഹൃദയത്തിലേക്ക്, നമ്മളെ മനസ്സിലേക്ക് ഒക്കെ വരികയാണ്. നമ്മളെ ഇപ്പം മരിച്ചു പോകുന്ന സമയത്ത് നമ്മളെ ഹൃദയത്തിലുള്ളതായിട്ടാണല്ലോ പോവുക. അപ്പം പുണ്യമായ കഅബ, റൗള ഇതൊക്കെ നമ്മളെ ഹൃദയത്തിലേറ്റിക്കൊണ്ടാകും നമ്മൾ പോവുക. നമ്മൾ ഖുർആൻ സൂക്തങ്ങൾ മനപ്പാടുള്ള ആളുകൾ ആ ഖുർആൻ സൂക്തങ്ങളായിട്ടാണ് പോവുക. നേരെ മറിച്ച് കുറേ തോന്നിയാസങ്ങളും മറ്റുള്ളതായിട്ട് നടക്കുന്ന ആളുകൾ ആ തോന്നിയാസങ്ങളുമായിട്ടാണ് പോവുക. ഇവിടെ നിന്ന് മരിച്ചാൽ ഉടനെ മറവ് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. നമ്മൾ മരിച്ചാൽ അവർക്ക് ഹൈറായത് ആഖിറമാണെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? മരിച്ച വ്യക്തികളെ പെട്ടെന്ന് മറവ് ചെയ്യുകയാണ് ചെയ്യൽ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമുക്ക് പോകുമ്പോഴേക്കുള്ള ഒരുക്കു സ്വത്തായിട്ടൊന്നും സമ്പാദിക്കാതെ എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ഈ വീട്, എൻ്റെ പറമ്പ്, ഈ ചിന്തയിലായിട്ട് ജീവിച്ചാൽ നമ്മൾ വട്ടപൂജ്യമാകുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മളൊന്നുമല്ലാതെ ആകുന്നത് നമ്മൾ ഓർക്കണം എന്നുകൂടിയാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ കുറേ നിസ്കരിച്ച് നോമ്പ് നോറ്റ് എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ കബൂലാക്കണേ അള്ളാഹ് എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്താണെന്ന് വെച്ചാൽ കബൂലാകാത്ത ഇബാദത്ത് ചെയ്തിട്ട് എന്ത് കാര്യം? അള്ളാഹ് നമ്മളിതൊക്കെ കബൂലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.